ഈ കണ്ണൂരിലെ കഴിഞ്ഞ 94,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷമായിരുന്നു കേസുദാറിന് ലഭിച്ചത്. ഇപ്പോൾ 1,07,000 കടന്ന് പതിനായിരത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യൻ പറയുന്നത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച മറുപടി ജനം നൽകി എന്നതാണ് ഈ വിജയത്തിലൂടെ. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടൊന്നും കോൺഗ്രസിൻ്റെ നയങ്ങൾക്കുള്ള വോട്ടല്ല, സുധാകരൻ വ്യക്തിപരമായി നേടിയിട്ടുള്ള വോട്ടുമല്ല. ഇത് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമാണ്. ആ വികാരമാണ് ജനങ്ങൾ വോട്ടിലൂടെ പ്രകടിപ്പിച്ചത്. കർണാടകത്തിൽ ഇത് ഞങ്ങളുടെ ശക്തിയാണ് എന്ന് ഇത്തരമൊരു ധാരണ കർണാടക നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ കോൺഗ്രസിനുണ്ടായി. അതിൻ്റെ ഫലം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ അനുഭവിച്ചു. അതുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതകൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി വോട്ട് കിട്ടിയത് കൊണ്ട് സംശുദ്ധനായി എന്നാരും ധരിക്കരുത്. ആ നിലപാട് ശരിയായിട്ടുള്ളതല്ല. കാര്യങ്ങൾ ശരിയായ നിലയിൽ പരിശോധിക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവിശ്വസനീയവും ഞെട്ടിക്കുന്ന ഒരു സീറ്റ് തന്നെയല്ലേ കേരളത്തിൽ? BJPക്ക് ഒരു സീറ്റ് ഇവിടെ, അതേ ഒരു സീറ്റ് തന്നെ LDFനും എന്നതാണെന്നില്ല. ഇവിടെ കേരളത്തിൽ BJPക്കെതിരായി വന്ന പൊതുവികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല തൃശ്ശൂരിൽ NDA ജയിച്ചത്. NDA അവിടെ വിജയിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേരളം ഒരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികളുടെ മനസ്സാണ്. അങ്ങനെയുള്ളൊരു ജനത ജീവിക്കുന്ന നാടാണ് കേരളം. ആ ജനത ഒരിക്കലും ഒരു വർഗീയ കക്ഷിയെ, RSS സംഘപരിവാർ പോലുള്ളൊരു വർഗീയ പ്രസ്ഥാനത്തെ ഒരു തരത്തിലും കേരളത്തിലെ ജനത സഹായിക്കില്ല. പക്ഷേ ഇവിടെ ജയിച്ചു വരുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായി വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് BJP ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരത്തിൻ്റെ പ്രകടിത രൂപമാണ് ഇന്ത്യയിലെ ആകെ ഉണ്ടായത്, കേരളത്തിലും ഉയർന്നു വന്നിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ് ധരിക്കരുത്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ആ വികാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പരിശോധിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതാണ്. കേരളത്തിൽ എല്ലായിടത്തും BJP വോട്ട് വലിയ രീതിയിൽ കൂട്ടി. കണ്ണൂരിൽ തന്നെ ഇരട്ടിയോളമാണ് വോട്ട് കൂടിയത് BJP. അത് BJP കേന്ദ്ര അധികാരം ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ പണത്തിൻ്റെ ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട്. നിങ്ങൾ ഡൽഹിയിൽ നോക്കും, ആം ആദ്മി പാർട്ടി നേതാക്കളെ മുഴുവൻ ജയിലിലാക്കി. അവിടെ അവർക്ക് ശരിയായ നിലയിൽ നിൽക്കാൻ കഴിഞ്ഞു. സൂറത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത് മത്സരിക്കാൻ കഴിഞ്ഞു. അരുണാചൽ പ്രദേശിൽ സാധിച്ചു. അതുകൊണ്ട് കുറച്ച് വോട്ടൊക്കെ കൂടിയിട്ടുണ്ടാകും. അധികാരവും പണത്തിൻ്റെയും പിൻബലത്തിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അതെല്ലാം ഇതിൻ്റെ ഒരു ശരിയായ പഠനങ്ങളിലൂടെ വ്യക്തമായി കാണാൻ സാധിക്കും. BJP RSSന് ഒരു അനുകൂലമായിട്ടുള്ള മണ്ണല്ല ഈ കേരളത്തിൻ്റെ മണ്ണ്. അത് മതനിരപേക്ഷതയുടെ, വർഗീയ വിരുദ്ധതയുടെ, മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ മണ്ണാണ്. അതിനനുസരിച്ചാണ് ഈ കേരളം നീങ്ങുക. ചിലപ്പോൾ താൽക്കാലികമായി ജയിച്ചെന്ന് വന്നേക്കാം. ആ തെരഞ്ഞെടുപ്പ് ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കേരള നിയമസഭയിൽ ഒരു BJP അംഗമുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോഴുണ്ടോ? തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് നിയമസഭാംഗമായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിന് രാജഗോപാൽ അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പിൽ തോറ്റില്ലേ? ജയിച്ചു വരാൻ കഴിഞ്ഞോ? പിന്നെ ആ മണ്ഡലത്തിൽ ജയിച്ചോ? അതുകൊണ്ട് ജനവിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് ഈ കേരളത്തിൽ കുറച്ച് വോട്ടിൻ്റെ മാർജിൻ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല, പരിശോധിച്ചാലേ പറയാൻ സാധിക്കും. അതുകൊണ്ടത് വലിയ ഒരു ശക്തിയായി വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് ശരിയായിരിക്കില്ല. ഈ ഫലം LDFന് തിരിച്ചടിയല്ല. ദേശീയ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താനാണ് ഞങ്ങളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ജനങ്ങൾ ആ നയത്തിൻ്റെ പിന്നാലെ വന്നു എന്നുള്ളത് ശരിയാണ്.
പക്ഷേ ആ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കല്ല വോട്ട് ചെയ്തത്. അതിലൊരു ഭാഗം മറ്റു വിഭാഗങ്ങൾ, അതെല്ലാം വിശദമായൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇവിടെ BJP RSS സംഘപരിവാറിനെ എതിർക്കുന്ന ഏറ്റവും ശക്തമായ പാർട്ടി CPM അല്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ? ആ മുന്നണിക്കാണ് ഈ കേരളത്തിൽ പൊതുവെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. അതിൽ പല പ്രചരണങ്ങളും പല രീതിയിലുള്ള ഇടപെടലുകളെയും ഫലമായി അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിൽ ചില്ലറ ആ പിന്തുണ ലഭിക്കുന്നതിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ കാര്യം കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഫലം പരിശോധിച്ച് വിലയിരുത്തുക. ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ ഈ BJPയുടെ സാന്നിധ്യം കൂടി വന്ന പശ്ചാത്തലത്തിൽ ഇത്ര ഈസി വാക്കുകളല്ല, ഇവിടെ ശക്തമായൊരു മത്സരചിത്രമുണ്ട്, ചില സ്ഥാനാർത്ഥികൾ ശക്തരാണ് എന്ന് പരാമർശിച്ചിരുന്നു. ആ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ശക്തരാണെന്ന് തെളിയിച്ചു. ഒന്ന്, സുരേഷ് ഗോപി വിജയിച്ചു. 2, വലിയൊരു വോട്ട് വിഹിതം മുരളീധരൻ ആറ്റിങ്ങൽ പിടിക്കുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന ഒരു തോന്നലുണ്ടാക്കി ശേഷം 2ാം സ്ഥാനത്തേക്ക് പോകുന്നു. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയമെന്ന് നിരീക്ഷിച്ചിരുന്നു ആ പ്രതികരണത്തിന് മുമ്പ്? BJP അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അധികാരവും പണവും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തനം സംഘടിപ്പിക്കാൻ നേരത്തെ തുടങ്ങിയതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർ എങ്ങനെയെങ്കിലും ജയിച്ചു വരണമെന്നുള്ള നിലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ശരിയായ രൂപം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ജയിച്ചു വരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവർ മത്സരിച്ചിട്ടുണ്ട്, മത്സരം നടന്നിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ ശക്തമായിട്ട് തന്നെ മത്സരം നടന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനൊന്നും ഇതെല്ലാ കാലത്തും ഈ കേന്ദ്ര അധികാരങ്ങളും പണത്തിൻ്റെയും മസിൽ പവറിൻ്റെയും ആധിപത്യം കൊണ്ട് ഇവിടെ ജനങ്ങളെ എല്ലാ കാലവും ഒതുക്കി നിർത്താൻ സാധിക്കും എന്ന് ധരിക്കരുത്. ജനങ്ങൾ ജനാധിപത്യപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾ ദുർബലമാകും. ചില താൽക്കാലിക കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഉയർന്നു വരും. അതധികം നിലനിൽക്കില്ല, അത് അതിവേഗത്തിൽ തന്നെ തകർന്നു പോകും. അല്ല, സ്ഥാനാർത്ഥികളെല്ലാവരും ഓരോ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ശക്തരായ സ്ഥാനാർത്ഥികളെയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പിന്തുണയാർജിക്കാൻ കഴിയുന്ന പൊതു സ്ഥാനാർത്ഥികളെ തന്നെയാണ് എല്ലാ പാർട്ടികളും മത്സരരംഗത്തിറക്കുക, പ്രത്യേകിച്ച് ദേശീയ പാർട്ടികൾ. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികളെല്ലാം നല്ല കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് രംഗത്തിറക്കി പ്രവർത്തിപ്പിച്ചിട്ടുള്ളത്. സിനിമാ താരം കൂടിയായ തൃശ്ശൂർ എംപിയോട് LDF കൺവീനർക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് എല്ലാ MP-മാരോടും എല്ലാവരോടുമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. രാജ്യം BJP RSS സംഘപരിവാറിൻ്റെ ഭരണത്തിൽ ജനാധിപത്യ വ്യവസ്ഥ ദുർബലപ്പെടുകയാണ്. പാർലമെൻ്ററി സമ്പ്രദായം തന്നെ ദുർബലപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഇന്ത്യൻ ഭരണഘടനയെ കാത്തുസൂക്ഷിക്കാൻ, ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ, മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, പോരാട്ടങ്ങളിൽ ശക്തമായി ഇടപെടുക എന്നുള്ളതാണ് എല്ലാ MP-മാരോടും പറയാനുള്ളത്. ജനക്ഷേമകരമായ നിലയിൽ പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുക, അതാണ് എല്ലാ MP-മാരോടുമുള്ള പൊതുവായിട്ടുള്ള അഭ്യർത്ഥന.